അങ്ങനെ വീണ്ടും ഞാൻ അൾട്രലൈറ്റ് ആയിട്ട് നമ്മുടെ സ്പോട്ടിലെത്തിട്ടാ. സ്പോട്ട് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അങ്ങനെ നമ്മൾ ബ്രാവോൻ്റെ എക്സീഡ് നമ്മുടെ റിക്കിമാരിൻ്റെ VT2000 റിക്കിമാരിൻ്റെ എയിമും അത് തന്നെയാണ് ഞാൻ ഇന്നും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടാക്കിളുമ്പോൾ നമുക്കൊരു മീനും കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയൊരു വളർത്താൻ പറ്റുന്ന സൈസുള്ള ഒരു വരാൽ. ആൾക്ക് കൂടുതൽ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ടാങ്കിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൂട്ടുകാരന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ആ വഴികൾ, അതായത് നമ്മളിപ്പോൾ സ്പോട്ടിലേക്ക് പോണ വഴികൾ ഇപ്പോൾ പുല്ലൊക്കെ മുളച്ച് ആകെ സീനായിട്ട് കിടക്കുകയാണ്. ഇഴജന്തുക്കളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകാം. പിന്നെ അതിന് ശേഷം നമുക്കൊരു മീനടിച്ചു ഗൈസ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയൊരു മീനായിരുന്നു. കാരണം സ്റ്റിക്കും മെഷീനൊക്കെ എല്ലാം പോയെന്ന് വിചാരിച്ചൊരു സമയമായിരുന്നു. ഒരു ചേറാൻ, ഒരു കിടിലൻ ചേറാൻ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അടിപൊളി ചേറാൻ, ഒരു 1+, ഒരു 1500 സംതിങ് വരുന്നൊരു ചേറാൻ. ഞാൻ അതിനെ എടുത്ത് കാണിക്കാം, നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ കൈ ഫുള്ളത് എന്നിട്ടാ, കൈ ഫുള്ള് എത്തുന്നില്ല. അതിനെ പൊക്കി കാണിച്ചെന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് ഈ കാണുന്നത്, ബ്രാലിൻ്റെ സൈസ് കാണിക്കാൻ. അപ്പോൾ അടിപൊളി ചേരാനായിരുന്നു ഗൈസ്. നല്ല ഫൈറ്റും കാര്യങ്ങളും. നമ്മളെ ഫ്രോക്കിവാരിൻ്റെ എയിം ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാട്ടാ. വാങ്ങുന്നവർ വാങ്ങിച്ചോ, ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.